സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്. മാർ ഗ്രിഗോറിയസ് കോളേജ്, പുന്നപ്ര, ആലപ്പുഴ. ആലപ്പുഴയിലെ മനോഹരമായ കോളേജ് വിട്ടുപോകാൻ ഞങ്ങൾ അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ വേണ്ട സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. കം ഓൺ. ലാൽ സലാം ഒരു കാലഘട്ടത്തിൻ്റെ വിപ്ലവമായിരുന്നു. ലാൽ സലാം എന്ന സിനിമ. ലാലേട്ടനും മുരളിയും ഗീതയും ഉർവശിയും ഒക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അന്നത്തെ ഹിറ്റ് തന്നെയായിരുന്നു. അതിൽ ലാലേട്ടൻ ഗീതയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഗൂസ് ബംസ് നൽകുന്ന ഒരു ഡയലോഗാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെത്രയും റെവല്യൂഷൻ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, മാർ ഗ്രിഗോറിയസ് നല്ല ഉഷാറായി കുട്ടികളിങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളെ നിങ്ങൾ റെഡിയല്ലേ? കണ്ടേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മറിയത്തെ അങ്ങ് വേദിയിലേക്ക് വിളിക്കാം. മറിയം, എവിടെയാണ് നാട്? ഞാനിവിടെ ആലപ്പുഴ. ആലപ്പുഴ തന്നെയാണ്. ആക്ഷൻ. സേതു കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. സേതു, മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഈ നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ? നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്, എനിക്കും അല്ല എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മന്ദിരത്തിൽ പൊരുതിക്ക് കയറുമ്പോൾ ഞാൻ പറയൂ, തുറന്നു പറയൂ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നു. ഇതിനെ സെൽഫ് അംനേഷ്യ എന്ന് പറയും. ഞാൻ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിനു വേണ്ടി റോഡിൽ. തനിക്കിതൊന്നും മനസ്സിലായില്ലേ? ഇല്ല. പട്ടിയുടെ വായ് 12 കൊല്ലം കുഴലിലിട്ടാൽ എന്ത് സംഭവിക്കും? കുഴല് വളയും. കയ്യിൽ കാശില്ലാതെ പട്ടിണിയിൽ റോഡിൽ അലയുകയായിരുന്നു. എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. പുള്ളി നീ കോടതി എന്നുള്ള എന്താ അമ്മയ്ക്ക് സ്ക്യൂരി അതുമായിട്ടല്ലടാ നീ സ്ഥലം ഇടപാടിന് വന്നത്. സേതു മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് നെട്ടൂരാൻ കാണരുത്. കാണാനാണ് പാവം. എന്ത് പറയാനടാ ദാസ? എനിക്കത് പുല്ലാണ്. അങ്ങനെ അല്ലല്ലോ കഥ. നെട്ടൂരാൻ കസേര ഇരിക്കുന്ന കാണാനാണോ? അങ്ങനെയാണോ? അല്ലല്ലോ. അല്ല, കാണരുത്. അല്ല, സേതു കസേര കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത മോളെ. നീ പറഞ്ഞു കൊടുത്തേ. സേതു കസേരയിൽ ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ആരുണ്ട് കറക്റ്റായിട്ട് പറയുന്ന? ആരുണ്ട്? പറഞ്ഞു കൊടുക്കാൻ മോളെ. മന്ത്രി കസേരയിൽ സേതു നെട്ടൂരാനെ കാണാനാണ് പാവെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. മന്ത്രി കസേരയിൽ ഇരുന്ന സേതു നെട്ടൂരാനെ കാണാനാണെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഞാൻ വിളിച്ചതിന് അത്രയും മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. ഓക്കേ, ശരി സാർ. ഏതിനാമോ പഠിക്കുന്നത്? ഞാൻ BC സെക്കൻഡ് ഇയർ. BC. പേര് കറക്റ്റ്? നിബിൻ. റെഡി, ആക്ഷൻ. സേതു ആദ്യം തൊട്ടൊന്നുകൂടെ പറഞ്ഞേ. സേതു. അത് കറക്റ്റായിട്ട് ആ വിളി മാത്രമേ ഉള്ളൂ. കറക്റ്റ്. സതീർത്യോ 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 സേതു. നിന്നെ പറഞ്ഞിട്ട് ഇവിടുന്ന് വിടത്തോളൂ. എന്നെ കൊണ്ടുപോവല്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ. സേതു. ഒരു 500 സേതുവായത്. സേതൊക്കെ വിളിയായിട്ട് കേട്ട് ഒരു പരുവായി കാണുന്നുണ്ട്. കേട്ടോ, ചിലരുണ്ട്
കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. സേതു മന്ത്രിയുടെ ഇരുട്ട്. മന്ത്രിയുടെ ഇരുട്ടാ? നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേടാവേ. സേതു മന്ത്രിയുടെ ഇരട്ട ബന്ധത്തിനെ ഇരട്ട ബന്ധോ? ഇവൻ നീ അവിഹിതങ്ങൾ മൊത്തം ഉണ്ടാക്കുമല്ലോ. ഇരട്ട ബന്ധോ? കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത്. എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. മന്ദിരത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ അന്നമ്മ എൻ്റെ കയ്യിൽ കിടന്ന് എന്തോ പറയാനുള്ളത് ഇവിടെ പറ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കാശില്ലാതെ റോഡിൽ മുഴുപട്ടിണിയിൽ അലയുകയായിരുന്നു. ഭാഷ എന്തായാലും എന്ത് വാ പൊട്ട സംസാരിച്ചു കിട്ടിയല്ലോ, അത് മതി. അന്നമ്മയുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞു. അന്നമ്മയുടെ ഭർത്താവ് നീ ഇപ്പൊ പറഞ്ഞ തന്നെ സേതു. സേതു ഇങ്ങ് വന്നേ, മറിയങ്ങ് വാ, ഇങ്ങ് വാ, ചോദിക്കട്ടെ. സേതു ആരാണ്? ഇവനാ? അന്നമ്മയുടെ ആരോ. സേതു മന്ത്രി. ആ, ആരായി കഥ പറഞ്ഞോണ്ടിരിക്കുന്ന? നെട്ടൂരാൻ. നെട്ടൂരാൻ. അപ്പൊ അന്നമ്മയുടെ ആരാ? ഭർത്താവ്. ഭർത്താവ്, ഹസ്ബൻഡ്. കേട്ടോ, നെട്ടൂരാൻ ഇപ്പൊ ആരാണ്? അന്നമ്മയുടെ. ഇതാണ് അന്നമ്മ. ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. താൻ വൃത്തികൾ പറയരുത്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. ഉറപ്പാടല്ലേ? ആരുടെ നെട്ടൂരാൻ കഥ പറഞ്ഞോണ്ടിരിക്കുന്ന? അന്നമ്മ എടുത്തോ? അല്ല അല്ല, സേതുവിന്റെ അടുത്ത്. ഉറപ്പാണേ? ആ, നോക്കിക്കോ, പറ. അപ്പൊ അന്നമ്മ ആരാ? അന്നമ്മ സേതുവിന്റെ ഭർത്താവ്. അല്ല, ഭാര്യ. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. ഈ കഥക്കു തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. സേതു മന്ത്രി. അന്നമ്മ? അന്നമ്മ നെട്ടൂരാന്റെ ഭാര്യ. അപ്പൊ നെട്ടൂരൻ ആരോടൊപ്പം കഥ പറയുന്ന? സേതുവിനോട്. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തൊന്ന് പേരിടൂടാ. ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ ആയിരുന്നു. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. നെട്ടൂരാനെ മന്ത്രി കസേരയിൽ സേതു നെട്ടൂരനെ കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. സേതു വിളിച്ചതിനേക്കാൾ മുദ്രാവാക്യം ഈ നെട്ടൂരാൻ വിളിച്ചിട്ടുണ്ട്. അത് മറക്കരുത്. ശരി. ഞാൻ ആകെ മാറിപ്പോയി. എ കംപ്ലീറ്റ് പെരിസ്ട്രോയിക്ക. ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? പറഞ്ഞു. ഈ നെട്ടൂരാനോടാണോ? അവന് ഭ്രാന്താന്നേ. ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? അതൊക്കെ പറ, കറക്റ്റായിട്ട് നോക്കി പറഞ്ഞു. ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? ഇവിടെ നോക്കി പറ. ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? കറക്റ്റ്. എന്താണ് മോന്റെ പേര്? റാഫി. റാഫി. എവിടെയാണ് നാട്? ഞാൻ മുഹമ്മദ്. റെഡി, റെഡി, ആക്ഷൻ. അത് കൊള്ളാം. സേതു. സേതു മന്ത്രി കസേ. അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഏ സൈഡാ? വാക്ക് ഏ സൈഡാ? വലത്തോട്ടോ ഇടത്തോട്ടോ? മോഹൻലാൽ ഇങ്ങോട്ട് അതെനിക്കറിയില്ല. എങ്ങോട്ടാ? മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടിയെന്ന് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഈ നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടിയാണ്. തോളുവേന എടുക്കണതാ. ഒന്ന് കുനിഞ്ഞോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. സേതുവിനറിയോ മന്ത്രിമന്ദിരത്തിൽ മന്ത്രിമന്ദിരത്തിൽ പുറത്തേക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവന് വേണ്ടി കൈ എല്ലാം മറന്നു പോകുന്നു. ഒന്ന് റിലാക്സ് ചെയ്ത് നീ ലാലായിട്ടായതിനു ശേഷം ഡയലോഗ് സേതു മന്ത്രിയുടെ ഇരട്ടി ബന്ധത്തിന് കൂട്ടിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഈ നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. മന്ത്രിമന്ദിരത്തിൽ പുറത്തേക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവന് വേണ്ടി. ഇതിപ്പോ ലാലേട്ടന്റെ രൂപത്തിൽ നിന്നിട്ട് ഒടുവിലൊരു കൃഷ്ണൻ ഡയലോഗ് പറയുന്നൊക്കെയുണ്ട്. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. നിനക്ക് അതൊരു കട്ടുണ്ട്. പക്ഷെ 2 ദിവസം മുന്നേ വരാൻ പറ്റില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പക്ഷെ ഇതിൽ ആ നോട്ടം നോക്കാൻ നീ ലാലേട്ടൻ കറക്റ്റ്. ലാലേട്ടനോ കറക്റ്റ് കള്ളൻ അല്ലേ? അല്ല, അത്
അത് വേണ്ട. പഞ്ചാഗ്നിയിൽ ഇത് കണക്കല്ല ലേട്ടൻ. പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സിനിമ. ഒടിയൻ്റെ അത് ഇതാ. ഓ അതിനെക്കാട്ടി കൊള്ളാം. മന്ദിരത്തിൽ പൊരുതിക്ക് കയറുമ്പോൾ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കയ്യിൽ കാശില്ലാതെ മുഴുപട്ടിണിയിൽ റോഡിൽ അലയുകയായിരുന്നു. എനിക്കാരെയും ബോധിപ്പിക്കേണ്ടതില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ദിർ കസേരയിൽ നിന്ന് സേതു നെട്ടൂരാനെ കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാനെ പുല്ലാണ്. പുല്ലാണ്. This phone is out of range. Hey, this not reachable. www.comedy. മുണ്ടെടുത്ത് ഭയങ്കര കലിപ്പാട്. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും നെട്ടൂരാൻ പിടിച്ചല്ല, നെട്ടൂരാൻ വിളിച്ചത്ര മാസ് വന്നിട്ട് പേപ്പട്ടി അനുകരിക്കുക. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. അത്ര സാധനം കൂടെ ചിരിക്കാതെ നല്ല കട്ട മാസിൽ പറഞ്ഞു. അവിടെ നമ്മൾ ബിൽഡപ്പ് മ്യൂസിക് ശരീരത്തിന് മാത്രമേ നോക്കടാ. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മസിലും പിടിച്ച് നടക്കുന്നേ ഉള്ളൂ. എന്റെ ഈ 2 ഷോൾഡർ ഇളകി കിടക്കുക, മുട്ടേറിട്ട 2 തെന്നിയിരിക്കുക. മുതലാളിക്കറിയോ, ഈ ശരീരത്തില് വേദന ഇല്ലാത്ത 1 ഇഞ്ച് സ്ഥലമില്ല. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. ഇവിടെ ഞങ്ങള് യോധയിലെ മ്യൂസിക് മ്യൂസിക് ഒക്കെ ഇല്ല. അങ്ങനെ വേണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് പ്രൈസ് ഒക്കെ അടിച്ചിട്ട് പോയ ആളല്ലേ. അപ്പോ എന്താണ് പേരെന്തായിരുന്നു? അലോന. റെഡി, ആക്ഷൻ. സേതു മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് The vowels still coming on the intended of the system on the smartphone. Okay. സേതു മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് ഗതികേടൊന്നും നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത്, എൻ്റെ കുഞ്ഞിനും എൻ്റെ അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, മന്ദിരത്തിൽ നിങ്ങൾ പുറത്തേക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കയ്യിൽ കാശില്ലാതെ മുഴുപട്ടിണിയിൽ വലയുകയായിരുന്നു, റോഡിലൂടെ വലയുകയായിരുന്നു ഞാൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. സേതു മന്ത്രി കസേരയിൽ നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാന് പുല്ലാണ്. നെട്ടൂരാൻ വിളിച്ചത്രയും മുദ്രാവാക്യങ്ങൾ സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. എന്താ പേര്? ലിജോ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. സേതു മന്ത്രിയുടെ ഇരുട്ടുബന്ധത്തിന് കൂട്ടിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത്, എൻ്റെ കുഞ്ഞിനും എൻ്റെ അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രിമന്ദിരത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ അന്നമ്മയ്ക്ക് വേണ്ടി, അന്നമ്മയുടെ ജീവന് വേണ്ടി നടുറോഡിൽ പട്ടിണി റോഡിൽ മുഴുപട്ടിണിയായി അലയുകയായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ നിന്ന് എന്നെ ഈ നെട്ടൂരാനെ കാണാനാണ് എൻ്റെ ഭാവമെങ്കിൽ എനിക്കത് പുല്ലാണ്. നെട്ടൂരാൻ വിളിച്ച മുദ്രാവാക്യം അത്രയും സേതു വിളിച്ചിട്ടില്ല. ഭയങ്കരമായ ആള്. എന്താണ് പേര്? എവിടെ നാട്? ആലപ്പുഴ. ഏതിനാ പഠിക്കുന്നത്? BCA സെക്കൻഡ് ഇയർ. ഓക്കെ, റെഡി, ആക്ഷൻ. മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്നിട്ട് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത്, എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ദിരത്തിൽ പുറത്തേക്ക് കയറുമ്പോൾ അന്നമ്മയ്ക്ക് വേണ്ടി കയ്യിൽ കാശില്ലാതെ മുഴുപട്ടിണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. എനിക്കതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. സേതു മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് നെട്ടൂരാനെ കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. നെട്ടൂരാൻ വിളിച്ചത്രയും മുദ്രാവാക്യങ്ങൾ സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. കുട്ടി കൊള്ളാം. ഭയങ്കര ശക്തമായിട്ട് കൈയടിച്ച ഒരാളാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചതാണ് കൈയടി കൊടുക്കുന്നത്. എന്താ പേര് മോളുടെ? ഭാഗ്യലക്ഷ്മി. തുടങ്ങാം. റെഡി, ആക്ഷൻ. സേതു മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികളൊന്നും ഈ നെട്ടൂരാനുണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത്, എനിക്കും എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. ഞാൻ ഈ ആളട്ടോ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്.
മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറും നിങ്ങൾ പൊറുതിക്ക് കയറുമ്പോൾ ഞാൻ അന്നമ്മയെ രക്ഷിക്കാൻ വേണ്ടി മുഴുപട്ടിണിയിൽ റോഡിൽ അലയുകയായിരുന്നു. ഇതാരും എനിക്ക് ബോധിപ്പിക്കേണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് നെട്ടൂരാനെ കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യം സേതു ഇതുവരെ അല്ല. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യം ഒന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. ഇത്രയും സാധനം കറക്റ്റായിട്ട് ഒന്നും കൂടെ പറയണം. ഏതായാലും ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കും. ചിലപ്പോൾ അതിന്റെ അടുത്ത ഭാഗം കാണാൻ കഴിഞ്ഞേക്കും. ആക്ഷൻ. സേതു, മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികളൊന്നും ഈ നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ. അപ്രതീക്ഷിതമല്ലേ? അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാനായി ഞാൻ റോഡിൽ മുഴുപട്ടിണിയിൽ അലയുകയായിരുന്നു. ഇതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സേതുവിന് നെട്ടൂരാനെ കാണാൻ ഭാവമെങ്കിൽ അല്ലേ സേതുവിന് നെട്ടൂരാനെ കാണാൻ ഭാവമെങ്കിൽ എനിക്ക് പുല്ലാണ്. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യം സേതു ഇതുവരെ വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. യെസ്, എന്താണ് പേര്? അത്തിഷ്. എവിടെ നാട് എവിടെയാണ്? എൻ്റെ വീട് ആതിരപ്പള്ളി. പാതിരാപ്പള്ളി. അപ്പോൾ റെഡി, അവിടെ നോക്കി പറയണം കേട്ടോ. ആക്ഷൻ. സേതു, മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഈ നെട്ടൂരാനും ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനെയും അന്നമ്മയ്ക്കും വേണ്ടി. മന്ത്രിമന്ദിരത്തിൽ നിങ്ങൾ പൊറുതിക്കിരിക്കുമ്പോൾ ഞാൻ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പുറത്തേക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. പട്ടിണിയാണ് റോഡിൽ അലയുകയായിരുന്നു. ഒരു ഇതില്ലല്ലോ, ഒരു പ്രാസം പോയല്ലോ നിന്റെ. ചെറുക്കിന് വല്ല പാലൈസും മേടിച്ചു കൊടുക്കും. അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കാശില്ലാതെ മുഴുപട്ടണയിൽ റോഡിലൂടെ അലയുകയായിരുന്നു. അത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേരയിലിരുന്ന് സേതും മന്ത്രി കസേരയിലിരുന്ന് നെട്ടൂരാനെ കാണാനാണ് ഭാവമെങ്കിൽ എനിക്കത് പുല്ലാൻ. നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു ഇതുവരെ വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തൊരു ബുദ്ധിമാനാണ് നീ. നീയാണ് എന്റെ യഥാർത്ഥ എംബ്ലം. എന്താണ് പേര്? ദേവിക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BC സെക്കൻഡ് ഇയർ. നാട്? ഹരിപ്പാട്. ആക്ഷൻ. സേതു, ഈ മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഈ നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടിയാ. നിങ്ങൾക്കറിയാമോ? അറിയണ്ട, ആർക്കും അറിയണ്ട. മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മുഴുപട്ടിണിയിൽ കാശില്ലാതെ റോഡിൽ അലയുകയായിരുന്നു. എനിക്കാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്ന് നെട്ടൂരാനെ കാണാൻ ഭാവമെങ്കിൽ എനിക്കത് പുല്ലാണ്. സേതു നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല. നെട്ടൂരാനോടാണോ കളി എന്ന് പറഞ്ഞു നോക്ക്. നെട്ടൂരാനോടാണോടോ തൻ്റെ കളി? നെട്ടൂരാനാണോടോ നിന്റെ കളി? നെട്ടൂരാനോടാണോടോ തൻ്റെ കളി? നെട്ടൂരാനാണോടോ തൻ്റെ കളി? നെട്ടൂരാനോടാണോടോ? നെട്ടൂരാനാണോട്. താങ്ക് യു. സുശീല, എല്ലാരും വിളിച്ചു. യെസ്, ഫെബിൻ. എവിടെയാണ് നാട്? തോട്ടപ്പള്ളി. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? BC S2. റെഡി, ആക്ഷൻ. സേതു, മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിൽ നിന്ന് വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? സേതു, മന്ത്രിയുടെ ഇരുട്ട് കൂട്ടി നിന്ന് കാശുണ്ടാക്കിയ ഗതിയൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കാശുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിന് അറിയത്തില്ല. എന്താ അറിയത്തില്ല? അതാർക്കറിയില്ല, പക്ഷെ മഹേഷ് ഭായിയുടെ ഭാര്യയാണെന്നുള്ള വിവരം എനിക്ക് പോലും അറിയില്ല. സേതു മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ ഞാൻ കാശില്ലാതെ റോഡിൽ അലയുകയായിരുന്നു അന്നമ്മയുടെ ജീവന് വേണ്ടി. അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. മന്ത്രി കസേര ഇരുന്ന് സേതുവിനെ നെട്ടൂരാനെ കാണാനാണെങ്കിൽ എനിക്കത് പുല്ലാണ്. സേതു വിളിച്ചതിനേക്കാളും കൂടുതൽ മുദ്രാവാക്യം നെട്ടൂരാൻ വിളിച്ചിട്ടുണ്ട്.
അത് മറക്കരുത്. ഇടയ്ക്ക് അവിടെ എന്തോ പോയില്ലേ? അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആർക്കും കുഴപ്പമില്ല. ശരിയെന്നാ, ഓക്കെ. പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി അയലേസാ. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ ഒരാളെ ഒരു ചെറിയ മാർക്കിൻ്റെ വ്യത്യാസങ്ങളിലാണ് ഈ വിളിക്കാൻ പോകുന്നത്. ഒരാളെ ഞാൻ വിളിക്കുകയാണ്, മിസ്റ്റർ റാഫി. റാഫി ഭയങ്കരമായിട്ട് ലാലേട്ടൻ്റെ ശൈലിയൊക്കെ പിടിച്ച ഒരാളാണ്. അപ്പം ഉണ്ടോ ഇപ്പോഴതാണ് പ്രൈസ് മേടിക്കാൻ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. റാഫിക്ക് അതായത് ശുദ്ധമായ നെയ്യും പാലും, പറഞ്ഞു തീർക്കട്ട, ശുദ്ധമായ പാലും നെയ്യും വേർതിരിക്കാതെയുള്ള നല്ല ഒന്നാം തരം പാലാണ് നമ്മുടെ ഈ ഫാം ഹൗസ് നൽകുന്നത്. അവർ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ വിളിക്കുന്നു, ഇവിടെ ആദ്യം തന്നെ ധൈര്യമായിട്ട് വന്ന് വളരെ മനോഹരമായി പെർഫോം ചെയ്ത് നമ്മളെയൊക്കെ ചിരിപ്പിച്ച് ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ വാക്കുകളെ പഠിപ്പിക്കാൻ ശ്രമിച്ച മറിയം. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ വരുന്ന വ്യക്തികൾക്കും തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. കാരണം അന്നേരം ഇദ്ദേഹത്തിന് പ്രൈസ് കിട്ടുമല്ലോ, ഇല്ലേ? അപ്പം അച്യുത് വേദിക് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു പെൻ. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു അലോന. ബ്രാൻഡ് മാറ്റിയാൽ ഗ്രാൻഡ് ആകും. ഡയമണ്ട് ലൈഫ് ഫുഡ് പ്രൊഡക്റ്റ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ്. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു പെൻ. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ നിബിൻ. നിബിനെ, നമുക്ക് ഭക്ഷണത്തിന് സ്വാദ് വേണമെങ്കിൽ ഉപ്പ് വേണം, അതിന് ടേസ്റ്റോ നൽകുന്ന ഒരു ഗിഫ്റ്റ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ ആലപ്പുഴയിലെ ഗ്രിഗോറിയസ് കോളേജിലെ ഈ ചുറുചുറുക്കുള്ള കുട്ടികളെ വിട്ട് തൽക്കാലം ഞങ്ങൾ പോവുകയാണ്. കാരണം ഇവിടെ 2 എപ്പിസോഡായി, അത് രണ്ടും മനോഹരമായിരുന്നു. ഇനി മറ്റൊരു കോളേജിൽ നമുക്ക് കാണുന്നത് വരെയും ഗുഡ് ബൈ.